അദ്ധ്യായം 75 അൽ ഖിയാമ. മക്കയിൽ അവതരിച്ചത്. ഉയിർത്തെഴുന്നേൽപ്പ് നാളിനെ സംബന്ധിച്ച പരാമർശത്തോടെ ആരംഭിക്കുന്നതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമഹ്. ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളുകൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമഹ്. കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമഹ്. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ നാം അവന്റെ എല്ലുകളെ ഒരുമിച്ചു കൂട്ടുകയില്ലെന്ന്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനഹ്. അതെ, നാം അവന്റെ വിരൽത്തുമ്പുകളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമഹ്. പക്ഷേ എന്നിട്ടും മനുഷ്യൻ അവന്റെ ഭാവി ജീവിതത്തിൽ തോന്നിവാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. യസ്അലു അയ്യാന യൗമുൽ ഖിയാമഹ്. എപ്പോഴാണ് ഈ ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാൾ എന്നവൻ ചോദിക്കുന്നു. ഫഇദാ ബരിഖൽ ബസർ. എന്നാൽ കണ്ണ് അഞ്ചിപ്പോകുകയും വഖസഫൽ ഖമർ. ചന്ദ്രന് ഗ്രഹണം ബാധിക്കുകയും വജുമിഅശ് ശംസു വൽ ഖമർ. സൂര്യനും ചന്ദ്രനും ഒരുമിച്ചു കൂട്ടപ്പെടുകയും ചെയ്താൽ യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. അന്നേ ദിവസം മനുഷ്യൻ പറയും, എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ളതെന്ന്. കല്ലാ ലാ വസർ. ഇല്ല, യാതൊരു രക്ഷയുമില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് അന്നേ ദിവസം ചെന്നുകൂടൽ. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. അന്നേ ദിവസം മനുഷ്യൻ മുൻകൂട്ടി ചെയ്തതിനെപ്പറ്റിയും നീട്ടിവെച്ചതിനെപ്പറ്റിയും അവന് വിവരമറിയിക്കപ്പെടും. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറഹ്. തന്നെയുമല്ല, മനുഷ്യൻ തനിക്കെതിരിൽ തന്നെ ഒരു തെളിവായിരിക്കും. വലൗ അൽഖാ മആദീറഹ്. അവൻ ഒഴികഴിവുകൾ സമർപ്പിച്ചാലും ശരി. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. നീ ഖുർആൻ ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതും കൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട. ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു. തീർച്ചയായും ഖുർആനിന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു. അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക. ثم إن علينا بيانه. പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാകുന്നു. كلا بل تحبون العاجلة. അല്ല, നിങ്ങൾ ക്ഷണികമായ ഈ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. وتذرون الآخرة. പരലോകത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. وجوه يومئذ ناظرة. ചില മുഖങ്ങൾ അന്ന് പ്രസന്നതയുള്ളതും إلى ربها ناظرة. അവയുടെ രക്ഷിതാവിന്റെ നേർക്ക് ദൃഷ്ടി തിരിച്ചവയുമായിരിക്കും. ووجوه يومئذ باسرة. ചില മുഖങ്ങൾ അന്ന് കരുവാളിച്ചതായിരിക്കും. تظن أن يفعل بها فاقرة. ഏതോ അത്യാപത്ത് അവയെ പിടികൂടാൻ പോകുകയാണ് എന്ന് അവർ വിചാരിക്കും. كلا إذا بلغت التراقي وقيل من راق. അല്ല, പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തുകയും മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും وظن أنه الفراق. അത് തന്റെ വേർപാടാണെന്ന് അവൻ വിചാരിക്കുകയും والتفت الساق بالساق. കണങ്കാലും കണങ്കാലുമായി കൂടി പിണയുകയും ചെയ്താൽ إلى ربك يومئذ المساق.
അന്ന് നിന്റെ രക്ഷിതാവിങ്കലേക്കായിരിക്കും തെളിച്ചു കൊണ്ടുപോകുന്നത്. فلا صدق ولا صلى എന്നാൽ അവൻ വിശ്വസിച്ചില്ല, അവൻ നമസ്കരിച്ചതുമില്ല. ولكن كذب وتولى പക്ഷേ അവൻ നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തു. ثم ذهب إلى أهله يتمطى എന്നിട്ട് ദുരഭിമാനം നടിച്ചുകൊണ്ട് അവൻ അവന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയി. أولى لك فأولى ശിക്ഷ നിനക്കേറ്റവും അർഹമായതു തന്നെ, നിനക്കേറ്റവും അർഹമായതു തന്നെ. ثم أولى لك فأولى വീണ്ടും നിനക്കേറ്റവും അർഹമായത് തന്നെ, നിനക്കേറ്റവും അർഹമായത് തന്നെ. أيحسب الإنسان أن يترك سدى മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? ألم يك نطفة من مني يمنى അവൻ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ? ثم كان علقة فخلق فسوى പിന്നെ അവൻ ഒരു ഭ്രൂണമായി. എന്നിട്ട് അല്ലാഹു അവനെ സൃഷ്ടിച്ചു സംവിധാനിച്ചു. فجعل منه الزوجين الذكر والأنثى അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ടു ഇണകളെ അവനുണ്ടാക്കി. أليس ذلك بقادر على أن يحيي الموتى അങ്ങനെയുള്ളവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ?